ഹലോ മക്കളെ, ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ +1 മലയാള പരീക്ഷയിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ഈ വീഡിയോ കാണുക. അതോടൊപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇതാ നേരെ പോവുകയാണ് മക്കളെ. ഇതാ ഈ ഒരു ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സന്ദർശനം എന്ന കവിതയിൽ മിഴികളിൽ നഷ്ടപ്പെടുക. നോട്ട് ചെയ്യണേ, അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. കവിത വായിച്ചവർക്ക് അറിയാമത്. മിഴികളിൽ നഷ്ടപ്പെടുക എന്ന പ്രയോഗം കൊണ്ട് കവി അർത്ഥമാക്കുന്ന രണ്ട് ആശയങ്ങൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് രണ്ട് ആശയങ്ങൾ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. പരസ്പരം കണ്ണുകളിൽ നോക്കിയിരിക്കുമ്പോൾ പ്രണയികൾ അവരുടെ വേദന മറന്നുപോകുന്നു. സന്ധ്യയായതുകൊണ്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത ആന്തരിക ഉൾക്കൊള്ളുന്നു. പരസ്പരം പ്രണയികളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും അതില്ല. സന്ധ്യ ആയതുകൊണ്ടൊന്നും കാണാൻ കഴിയുന്നില്ല, അതും ഇല്ല. അപ്പൊ എന്താണ്? വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത ആന്തരിക ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? പരസ്പരം കണ്ണുകളിൽ നോക്കിയിരിക്കുമ്പോൾ പ്രണയികൾ അവരുടെ വേദന മറന്നു പോകുന്നു. അപ്പൊ ഈ രണ്ട് ഉത്തരങ്ങളാണ് ശരിയായിട്ടുള്ള ഉത്തരം. അതെല്ലാവരും നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. ഓർമ്മയുടെ ഞരമ്പ് പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന രണ്ട് പരാമർശങ്ങൾ കണ്ടെത്തുക. പെണ്ണായാൽ ചോറും കറിയും വെക്കണം പെറണം. ആദ്യത്തെ കഥ എഴുതുന്ന കാലത്ത് ഭർത്താവ് ജയിലിലായിരുന്നു. ഇവിടുത്തെ അവരുടെ ഇഷ്ടം പോലെ ആവട്ടെ, എന്തിനാ വെറുതെ ഒരു കലശൽ. വെള്ളത്തോൾ വന്നൊരു സമ്മേളനം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്. അപ്പൊ സ്വാതന്ത്ര്യ സമരവും ചരിത്രവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന പരാമർശങ്ങളാണ്. അപ്പൊ എന്താണ് മക്കളെ? ആദ്യത്തെ കഥ എഴുതുമ്പോൾ അദ്ദേഹം ജയിൽ, കാരണം ആദ്യത്തെ കഥ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ഓർമ്മയുടെ ഞരമ്പിൽ 3 കഥകളുണ്ട്. അതെല്ലാവരും ഓർത്തു വെക്കുക. ആദ്യത്തെ കഥ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ പോകുന്ന ഒരു സ്ത്രീയുടെ കഥയായിരുന്നു. അപ്പൊ ആദ്യത്തെ കഥ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ വെള്ളത്തോൾ വന്ന സമ്മേളനവും സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടാണ്, ഓർത്തു വെക്കുക. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. കായലരികത്ത് എന്ന സിനിമാ ഗാനത്തിലെ നാടൻ പ്രയോഗത്തിന് രണ്ട് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? നാടൻ പ്രയോഗം അല്ലെ, നാടൻ പ്രയോഗം എന്ന് പറയുമ്പോൾ കുറിയെടുക്കുമ്പോൾ നറുക്കിന് ചേർക്കാനുള്ള അപേക്ഷ, മുസ്ലിം ജീവിത പശ്ചാത്തലം, എരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കുക, നാടോടി ജീവിതത്തിന്റെ ഭാഗം. അപ്പം അതിന്റെ ഉദാഹരണമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതും അതുപോലെ എന്താണ്? എരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കുക. അത് രണ്ടുമാണ് നമ്മുടെ എന്താണ് നാടൻ പ്രയോഗത്തിന്റെ ഉദാഹരണങ്ങൾ അല്ലെ. ഓക്കെ. ഇനി അടുത്തത്, ബാംബു കാമ്പ്രത്ത് സംവിധാനം ചെയ്ത കൈപ്പാട് എന്ന ഡോക്യുമെന്ററി നേടിയ 2 പുരസ്കാരങ്ങൾ. അപ്പം കൈപ്പാട് എന്തൊക്കെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്? കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രം എന്തൊക്കെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ടെന്ന് ഓർത്തു വെക്കുക. ഇവിടെ ഇത് ഏതൊക്കെയാണ് മക്കളെ? മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള വസുധ പുരസ്കാരം, 2010 ദേശീയ ടെലിവിഷൻ പുരസ്കാരം, 2010 സംസ്ഥാന സർക്കാരിന്റെ ടെലിവിഷൻ പുരസ്കാരം, വാതാവരൺ പരിസ്ഥിതി ചലച്ചിത്രോത്സവ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2010 സംസ്ഥാന സർക്കാരിന്റെ ടെലിവിഷൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അല്ലെ. അത് രണ്ടുമാണ് അതിന്റെ ഉത്തരവായിട്ട് വരുന്നത്. അത് നിങ്ങൾ ഓർത്തു വെക്കണേ. അടുത്തത്, അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ ആവോളം പകർന്നു കിട്ടിയ ശ്രീകൃഷ്ണന് ആ വൈകാരിക മുഹൂർത്തങ്ങൾ മറക്കാനാവുന്നതല്ല. 2 സന്ദർഭങ്ങൾ. അപ്പൊ അമ്മയുമായിട്ടുള്ള 2 സ്നേഹവാത്സല്യങ്ങൾ എഴുതാൻ. ഏതൊക്കെയാണ് മക്കളെ? കാളന്തി തീരത്തെ കാനനം തന്നിലെ കായ്കനികൾ തിന്നത്. അത് കൂട്ടുകാരുമായിട്ടുള്ള ഓർമ്മകളല്ലേ മക്കളെ? ആണ്. അമ്മ പാൽവെണ്ണ നൽകിയത്, തീർച്ചയായിട്ടും അത് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർമ്മയാണ്. കൂട്ടുകാരുമൊത്തുള്ള ലീലകളെ പറ്റി, അത് കൂട്ടുകാരുമായിട്ട് സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയുള്ള കാര്യമാണ്. അത് അമ്മയുമായിട്ട് ബന്ധപ്പെട്ടില്ലല്ലോ. അമ്മയുമായിട്ട് പിന്നെ പിള്ളേരെ നുള്ളിയതിന് അമ്മ പീരി കൊണ്ടടിച്ച ഓർമ്മകൾ, അത് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട അമ്മയും മകനും തമ്മിലുള്ള സ്നേഹവാത്സല്യത്തിന്റെ അടയാളമാണ്. അതൊക്കെ എന്ന് പറഞ്ഞ് ഓർത്തു വെക്കുക. അടുത്തൊരു ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം എന്ന കവിതയിലെ സ്ത്രീയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? എല്ലാവരും ഓർത്തു വെക്കുക. സ്ത്രീകളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? നടന്നിട്ടും പുറപ്പെട്ടയിടത്ത് തന്നെ നിന്നു പോയവർ, ഉയർന്ന വിദ്യാഭ്യാസം ലഭിച്ചവൾ ആണോ സ്ത്രീ? അങ്ങനെയല്ല കവി അവിടെ പറയുന്നത് അല്ലെ. നെഞ്ചിൽ ചവിട്ടുകൊണ്ടിരിട്ടും ഉണരാത്തവൾ, ഭരണസ്ഥാപനങ്ങളിൽ വർദ്ധിച്ച പങ്കാളിത്തമുള്ള, ഇത് രണ്ടുമാണ് ആൻസർ അല്ലെ. സ്ത്രീ എന്ന് പറയുന്നത് എന്താണ്? നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും ഉണരാത്തവളാണ് അല്ലെ. അവർക്ക് എന്താണ്? സ്ത്രീ എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് സമൂഹത്തിൽ എന്താണ്? ഒരു അവരെ അടിച്ച് താഴ്ത്തുകയാണ്, ചവിട്ടരയ്ക്കപ്പെട്ട ഒരു ജീവിതമായിട്ടാണ് സ്ത്രീ ജീവിതത്തെ കവി കാണുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കവിത പ്രധാനപ്പെട്ടതാണ്, ഉത്തരാധുനിക ഒരു കവിതയാണ്, അതുകൂടി ഓർത്തു വെക്കുക. അടുത്തൊരു ചോദ്യമായിട്ട് വരുന്നത്, വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന പാഠഭാഗത്ത് മരം മനുഷ്യഭാവം കൈവരിക്കുന്നുണ്ട്. 2 ഉദാഹരണങ്ങൾ. എന്താണ്? മരത്തിനൊരു മാനുഷിക ഭാവം അല്ലെ ആ ഒരു കഥയിലുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഇലകൾ പുനർജന്മം പ്രാപിക്കുന്നത്. എന്താണ്? ഇലകൾ വീണ്ടും പൊഴിഞ്ഞ ഇലകൾ വേരുകളിലൂടെ വൃക്ഷത്തിൽ എത്തി പുനർജനിക്കുന്നു. അതൊരു മനുഷ്യഭാവമാണല്ലോ മക്കളെ. അതൊരു മനുഷ്യഭാവമാണ്. ഇനിയും 2 മനുഷ്യഭാവങ്ങൾ കൂടി എഴുതണം. അത് ഏതൊക്കെയാണെന്ന് ആലോചിച്ചേ മക്കളെ. ഏതൊക്കെയാണ്? നമ്മുടെ
വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന് പറയുന്ന പാഠഭാഗത്തില് അതായത് പറയുന്നുണ്ട് എന്താണ് വേരുകൾ പുഴയിലേക്ക് ഇറങ്ങി പുഴയുടെ കഥകൾ മരത്തില് പറയാനോ അല്ലെങ്കിൽ കാട് ഇറങ്ങി വരുന്ന പുഴയുടെ കഥകൾ വേരിന് ലഭിക്കാനോ അല്ലെങ്കിൽ മരത്തിന്റെ കഥ പുഴയ്ക്ക് ലഭിക്കാനോ എന്നുള്ളൊരു പരാമർശമുണ്ട്. അത് നമുക്കൊന്ന് എഴുതാം. കാരണം അവിടെ കഥ പറയുക, പരസ്പരം കഥ പങ്കുവെക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മാനുഷികമായിട്ടുള്ളൊരു ഭാവമാണ് അവിടെ കഥയിൽ വരുന്നത്. പിന്നെന്താണ് പറയുന്നുണ്ട്, എന്താണ് ഈ ഭൂമിയോളം അല്ലെ, നമുക്ക് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഈ മരങ്ങളെ കാണണമെങ്കിൽ നമ്മൾ ഭൂമിയോളം താഴണം എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ട്. അങ്ങനെ ധാരാളം മാനുഷിക ഭാവം ലഭിക്കുന്ന ധാരാളം പരാമർശങ്ങൾ എന്താണ് ഈ കഥയില് വരുന്നുണ്ട് അല്ലെ. അതൊക്കെ ഇപ്പൊ കുറെ പരാമർശങ്ങൾ നിങ്ങൾ കഥ വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് പോകുമ്പോൾ കൈപ്പാട് കേൾക്കുന്നുണ്ട് എന്നീ ഹ്രസ്വചിത്രങ്ങളുടെ പ്രമേയങ്ങളിലെ രണ്ട് സമാനതകൾ എന്താണ്? ഈ കൈപ്പാട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡോക്യുമെന്ററി ആണ്. തീർച്ചയായിട്ടും കൈപ്പാട് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്ററി ആണ്. അപ്പൊ കൈപ്പാടും കേൾക്കുന്നുണ്ടോ ഒരു ഹ്രസ്വചിത്രം. പക്ഷെ രണ്ട് പാഠഭാഗങ്ങളിലും എന്താണ് പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് പ്രകൃതിയെ മാനിക്കാതെയുള്ള ഈ ഒരു വികസന മുന്നേറ്റങ്ങൾക്കിടയിൽ നഷ്ടപ്പെടാൻ ഇടയുള്ളതൊക്കെ തന്നെ ഭാവനാലോകത്ത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഹസ്ന എന്ന പെൺകുട്ടി. കൈപ്പാടിലാണെങ്കിൽ എങ്ങനെയാണ് കൈപ്പാടിൽ എങ്ങനെയാ മക്കളെ? കൈപ്പാടിൽ എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ പ്രകൃതിയിലെ മനോഹാരിത കാട്ടിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? പ്രകൃതി സംരക്ഷിക്കേണ്ടതിന്റെ ആ ഒരു പ്രാധാന്യം നമ്മുടെ വായനക്കാരിലേക്ക് എത്തിക്കുന്നു. തികച്ചും അത് നല്ലൊരു ചോദ്യമാണ്, വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അരുളില്ലാത്തവനെ മനുഷ്യനായി കരുതുവാൻ അത് നോക്കിയ മക്കളെ നോക്കുക. അരുളില്ലാത്തവനെ മനുഷ്യനായി കരുതുവാൻ ഈ ആശയം ശ്രീനാരായണ ഗുരു വർണ്ണിക്കുന്നത്. അതായത് അരുളില്ലാത്തവനെ മനുഷ്യനായി കാണാൻ സാധിക്കുമോ? അപ്പൊ നമുക്കറിയാം അനുകമ്പ ദശകത്തിലെ 4 ശ്ലോകങ്ങളാണ് ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പ എന്ന് പറയുന്ന പാഠം. അതിൽ എന്തൊക്കെയാ പറയുന്നത്? ഒരു പീഡ ഉറുമ്പിനെ പോലും നാം ഉപദ്രവിക്കരുത്. നമുക്ക് ഈശ്വര ചിന്ത അല്ലെ, ഈശ്വര ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അപ്പൊ അനുകമ്പയും ഈശ്വര ചിന്തയും തുല്യമായിട്ടുള്ളവനെ ഉത്തമ മനുഷ്യനായിട്ട് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ അനുകമ്പ ഇല്ലാത്തവനെ എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു ഉത്തമ മനുഷ്യനായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുമോ? ഇല്ല അല്ലെ. അറിവിൽ നമ്മളവിടെ കവിത വായിച്ചവർക്കറിയാം, അവിടെ 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് എന്താണ്? അനുകമ്പ ഉള്ളപ്പോൾ ജീവിതത്തിൽ സന്തോഷം കടന്നു വരുന്നു. എങ്കിൽ അറിവില്ലാതെ അനുകമ്പ നഷ്ടപ്പെടുമ്പോൾ എന്താണ്? അവിടെ നമുക്ക് ജീവിതത്തിലേക്ക് ദുഃഖമാണ് കടന്നു വരുന്നത്. അനുകമ്പ ഇല്ലാത്തവനെ എന്താണ്? ജഡത്തിനോട് തുല്യമാണ് ശ്രീനാരായണ ഗുരു വ്യാഖ്യാനിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഗന്ധവും ബലവും ഒന്നുമില്ലാത്ത ഒരു പുഷ്പത്തിനോടും അനുകമ്പ ഇല്ലാത്തവരെ സാമ്യപ്പെടുത്തി പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, വെരി പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി പീലിക്കണ്ണുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. പീലിക്കണ്ണുകൾ എന്ന പാഠഭാഗത്തിൽ ശ്രീകൃഷ്ണൻ ഓർത്തെടുക്കുന്ന കൂട്ടുകാരുമൊത്തുള്ള ബാല്യകാല അനുഭവങ്ങൾ 2 എഴുതിയാൽ മതി. ഒന്നെന്താണ് മക്കളെ? കാളിന്തി നദിയിൽ എന്താണ് മക്കളെ? കായ്കൾ അല്ലെ, കാളിന്തി നദിയിൽ കായ്കൾ കഴിച്ച് വളർന്ന ആ ഒരു ഓർമ്മകൾ, കൂട്ടുകാരുമൊത്ത് കളിച്ച ഓർമ്മകൾ. അതുപോലെ തന്നെ കൂട്ടുകാരെ നുള്ളിയപ്പോൾ, കൃഷ്ണൻ കൂട്ടുകാരെ നുള്ളിയപ്പോൾ അമ്മ പീലി കൊണ്ടടിച്ച ഓർമ്മകൾ. ഇതൊക്കെ കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളാണ്. അവരുമായിട്ട് കളിച്ചത്, വെണ്ണ കട്ടു നിന്നത്, അതൊക്കെ എന്താണ്? കൃഷ്ണന്റെ ബാല്യകാല ഓർമ്മകളായിട്ട്, കൂട്ടുകാരുമൊത്തുള്ള ബാല്യകാല ഓർമ്മകളായിട്ട് കവിതയിൽ പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതിൽ ഒരു ചോദ്യം, സമൂഹത്തെ ഗുണപരമായി പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുന്ന അവരെയാണ് ചരിത്രം ഓർത്തുവെക്കുന്നത്. ജോനാഥൻ എന്ന കടൽക്കാക്കയുടെ ജീവിതവുമായി ആശയത്തിലുള്ള ബന്ധം. ഇപ്പൊ 4 മാർക്കിന്റെ ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മലയാള പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഇതെല്ലാവരും പഠിച്ചിട്ട് പോവുക, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മക്കളെ നമുക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാരിലേക്കൊക്കെ അയച്ചും നമുക്ക് മലയാളം അടിപൊളിയായിട്ട് A+ വാങ്ങാം. ആദ്യത്തെ A+ നമുക്ക് ഉറപ്പിക്കണം. അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. മലയാളത്തിലെ ടൈം മാനേജ്മെന്റിന്റെ ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ ചാനലിൽ കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും കേട്ടോ.